ഹായ് വെൽക്കം ടു വ്ളോഗ്സ് ബൈ ജെഫി മേരി. ഇന്ന് രാവിലത്തെ പരിപാടി മീക്കമോനെ കുളിപ്പിക്കുക എന്നുള്ളതാണ്. അവനിപ്പോൾ 5 months ആയി. അവൻ കളിക്കുന്ന സമയത്തിന് അവൻ്റെ ഓയിൽ മാറ്റ്, കുളി കഴിഞ്ഞ് വരുമ്പോഴുള്ള ക്രീം, തുണി, അതുപോലെ ബാത്റൂമിൽ അവനെ കുളിപ്പിക്കാനുള്ള സാധനം, അതിൻ്റെ മുകളിൽ ഞാനൊരു തുണി വിരിച്ചിടും അവന് തണുക്കാതിരിക്കാൻ വേണ്ടി. അവൻ്റെ ടവൽ എല്ലാം റെഡിയാക്കി വെക്കും. അവനെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് നാൽപ്പാമ്പരാതി തൈലമാണ്. അത് ആയുർവേദശാലയിൽ നിന്ന് അവൻ്റെ തലയിൽ പൊറ്റ ഉണ്ടായപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഡ്രൈ സ്കിന്നിന് നല്ലതാണ്, അവന് ഡ്രൈ സ്കിന്നുണ്ട്. അപ്പോൾ ഈ കുളിപ്പീരിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു കുട്ടിയെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തേച്ച് കുളിപ്പിച്ചതുകൊണ്ട് അവൻ്റെ മൂക്ക് നീളമെന്നോ അല്ല ചെവി വിടരുമെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ കുട്ടിക്ക് എന്ത് നിറമാണോ ഉള്ളത് ആ നിറം നന്നായിട്ട് അവൻ്റെ സ്കിൻ കൊണ്ടുപോകണമെന്നേ എനിക്കുള്ളൂ. അല്ലാതെ കറുപ്പിൽ നിന്ന് വെളുപ്പിലേക്കോ വെളുപ്പിൽ നിന്ന് കറുപ്പിലേക്കോ പോകണമെന്നില്ല. കുട്ടികളുടെ കുളിയുടെ കാര്യത്തിൽ ഞാനൊരു എക്സ്പേർട്ടല്ല, പക്ഷേ എൻ്റെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഞാനാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ എല്ലാ കുഞ്ഞുങ്ങളെയും കുളിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് അവരുടെ അമ്മമാരാണെന്നാണ് എനിക്ക് തോന്നാറ്. നമ്മൾ ഈ പ്രസവിച്ച് കഴിയുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് വയ്യാഴികളുണ്ടാവും, പക്ഷേ അത് കഴിയുമ്പം കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത് അമ്മമാർ തന്നെയാണ്. പിന്നെ ഈ വലിച്ച് നീട്ടി ഒടിച്ചു കുത്തി ഇങ്ങനെയൊന്നും കുളിപ്പിച്ച് ഷേപ്പ് മാറ്റണം എന്ന് എനിക്ക് തോന്നാറില്ല. കാര്യം എൻ്റെ കിട്ടിയവൻ്റെയും കുടുംബക്കാരുടെ ഷേപ്പായിരിക്കും കൊച്ചിന് കിട്ടുക. അതത്ര മോശമുള്ളൊരു ഷേപ്പായിട്ട് എനിക്ക് തോന്നാറുമില്ല. അതൊക്കെ നീട്ടി വലിച്ച് നേരെയാക്കാൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്തുകൊണ്ട് അത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ശരിയാണ്, കുട്ടിയുടെ ഡൈജഷൻ, അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ, പിന്നെ കുട്ടി കുറച്ച് റിലാക്സ്ഡ് ആവും. അത്രയേ ഉള്ളൂ ഈ ഓയിൽ മസാജ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല ഡ്രൈ സ്കിന്നാണെങ്കിൽ കുറച്ചൊന്ന് സോഫ്റ്റ് ആവാനും നല്ലതാണെന്ന് വിചാരിക്കുന്നു. എനിക്കെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എന്ത് സ്കിൻ കിട്ടിയാലും ആ സ്കിൻ മോശമാവാണ്ട് നമ്മൾ സംരക്ഷിക്കുക എന്നേ ഉള്ളൂ. അപ്പം മൂത്ത കുട്ടിയാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ ഞാൻ മോയ്സ്ചറൈസറും അതിൻ്റെ മണ്ടയ്ക്ക് സൺസ്ക്രീനും ഒക്കെ ഇട്ടാണ് വിടാറ്. ഉള്ളത് നല്ലപോലെ നോക്കുക. ഈ കുട്ടികൾക്ക് ഇപ്പോൾ സ്കിന്ന്, കളറ് ഇതിനെപ്പറ്റിയൊക്കെയുള്ള കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് വീട്ടിൽ നിന്ന് തന്നെയാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ കൊച്ചുങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിലവർ കോൺഫിഡൻ്റ് ആവാനും, അതുപോലെ തന്നെ പുറത്തുനിന്ന് ഒരാൾ കമൻറ്റ് ചെയ്താൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നും കുട്ടികൾ പഠിച്ചിരിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ കുട്ടിയെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാം എനിക്ക് തിരിച്ച് അതാത് സ്ഥാനങ്ങളിൽ വെക്കാൻ ഞാൻ മാക്സിമം നോക്കാറുണ്ട്. കാര്യം പിന്നെ അല്ല എൻ്റെ പണി കൂടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കൈ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ വാഷ് ബേസിനും കഴുകൂട്ടോ. കാര്യം ഈ ഓയിലിന് ഭയങ്കര മഞ്ഞ കളറാണ്. അവൻ ഫോർമുല ബേബിയാണ്. അപ്പം തന്നെ ഞാൻ പാല് റെഡിയാക്കി വെക്കും. പിന്നെ ഞങ്ങളുടെ കുളി എന്ന് പറയുമ്പം ഒരു 4 months കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം, അതായത് ഒത്തിരി ചൂടല്ല, ഇച്ചിരി തണുത്ത വെള്ളത്തിലാണ് കുളിപ്പിക്കുക. ടെഡി ബാർ ഷവർ ജെൽ അവൻ യൂസ് ചെയ്യുന്നത്. കാര്യം അവൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് യൂസ് ചെയ്താൽ മതിയെന്ന്. പിന്നെ കുളിപ്പിക്കാനിരിക്കുമ്പം ഞാൻ എൻ്റെ 2 കാലും വെച്ച് ഞാനോടൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ട് അവനെ ആ കുളിപ്പിക്കുന്ന സാധനം. കാര്യം ഇപ്പം അവൻ കുറച്ച് മുതിർന്നപ്പോൾ ഇങ്ങനെ ചാടിപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് ഒരു ബാത്ത് ടബാണ്. ഞാൻ വേറെ ദിവസം അതിൻ്റെ വീഡിയോ കാണിക്കും. അപ്പോൾ ആ ബാത്ത് ടബിൻ്റെ അകത്താണ് ഇത് വെക്കുന്നത്. ഇത് രണ്ടും കൂടെ ഞാൻ ഒരുമിച്ചാണ് മേടിച്ചത്. അപ്പോൾ ഇതിന് സക്ഷനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്താണ് ഇത് വെക്കുക. സത്യം പറഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞാൻ മൂത്ത കുട്ടിയുടെ സൂക്ഷിച്ചു വെച്ചു. ഇത് മൂത്ത കുട്ടിയുടെയാണ്. മൂത്ത കുട്ടിക്ക് ഇപ്പം 4 വയസ്സായി. അപ്പം അവളെ കുറച്ച് നാളിത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കാറായപ്പോൾ തൊട്ട് ഞാൻ ബാത്ത് ടബിൽ വെക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിത് റാപ്പ് ചെയ്ത് വെച്ചു. അങ്ങനെ അവളുടെ കൊതുക് വല ഇതൊന്നും സത്യം പറഞ്ഞാൽ നല്ല പുതിയതാണ്, കടക്കാർ പോലും അന്തിച്ചു പോകും, അത്രയും പുതിയതായിട്ടിരിക്കുക. കാര്യം ഞാൻ അതുപോലെ അത് റാപ്പ് ചെയ്ത് സൂക്ഷിച്ചു. എല്ലാം മൂത്ത കുട്ടിയുടെ അതുപോലെ ഇളയ കുട്ടിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരമ്മയല്ല കേട്ടോ ഞാൻ. എനിക്കങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ അയ്യോ പാവം അങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പുതിയത് മേടിക്കുന്നതെന്നൊരു ചിന്ത. പക്ഷേ അതിന് പകരം വേറെ എന്തെങ്കിലും ഒരു സാധനം പുതിയത് മേടിച്ചു കൊടുക്കണമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എൻ്റെ മൂത്ത കുട്ടിക്ക് തണുത്ത വെള്ളം ഭയങ്കര പേടിയാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് ഞാനിവനെ ഒരു 5 months ആയപ്പോൾ തൊട്ട് തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കാമെന്ന് വെച്ചത്. അതുപോലെ അവൻ്റെ വായൊന്ന് കഴുകി കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ കണ്ണ് 2 ഇച്ചിരി വെള്ളം ഒഴിക്കും. ഞങ്ങൾ ഈ കുളിയൊക്കെ ഭയങ്കര പാട്ട് പാടിയാട്ടോ കുളിക്കണേ. ലാസ്റ്റാണ് ഞാൻ അവൻ്റെ തല കഴുകുന്നത്. അപ്പോൾ ആഴ്ച 2 ദിവസം ആ ഡാഫി എന്ന് പറയുന്ന ഷാമ്പു ഇടും. ആ ഷാമ്പു ഇട്ടാൽ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് 10 minute ആ ഷാമ്പു അങ്ങനെ വെക്കണം. ഞാൻ 10 minute ഒന്നും വെക്കത്തില്ല, ഞാനൊരു 2 minute വെക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട്
തല കഴുകണം, അപ്പോൾ തലയിൽ പൊറ്റ കുറയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ശരിയാണ് കേട്ടോ, ആ ഷാമ്പു ഉപയോഗിച്ചതിന് ശേഷം തലയിൽ ആ പൊറ്റ വന്നിട്ടില്ല. പിന്നെ 5 months ആയപ്പോൾ തൊട്ട് മുഖത്ത് ഇങ്ങനെ കുറേ വെള്ളമൊക്കെ വീണാൽ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. കുട്ടിക്ക് വെള്ളത്തിനോടുള്ള പേടി പോകണമെന്ന് വെച്ച് പിന്നെ അപ്പം തന്നെ ഞാൻ തല തുടച്ചിങ്ങെടുക്കും. പിന്നെ അതുപോലെ തന്നെ കുളിപ്പിക്കുമ്പോൾ ഞാൻ ആദ്യം കൈ അങ്ങ് വാഷ് ചെയ്യും കുളിപ്പിച്ചിട്ട്. കാര്യം അവൻ വായിലോട്ട് സോപ്പ് വെക്കണ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ അറിയാമല്ലോ, വെള്ളത്തിൽ ഒരുപാട് സമയം വെച്ചാൽ ആ സ്കിൻ കുറച്ചുകൂടെ മോശമാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ പെട്ടെന്ന് കുളിപ്പിച്ചെടുക്കാൻ നോക്കാറുണ്ട്. ഇങ്ങനെ തിരിച്ച് പിടിച്ച് ഞാൻ അവൻ്റെ പുറവും തലയുടെ പുറകിലൊക്കെ ഇങ്ങനെ തൂത്തെടുക്കും. പിന്നെ കുളി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ വീണ്ടും ആ ഇഞ്ചയും അതും എല്ലാം വാഷ് ചെയ്ത് അതിൻ്റെ സ്ഥലത്തേക്ക് വെക്കും. ഈ കിടത്തിയ തുണി ഞാൻ കുളിക്കുമ്പോൾ ഒലച്ചിടും. ഇനി അടുത്തത് ഞങ്ങളുടെ ക്രീമും പൗഡർ ഞാൻ യൂസ് ചെയ്യാറില്ല. മൂത്ത കുട്ടിക്ക് ഇപ്പം 4 വയസ്സായി, പക്ഷേ അവൾക്കും പൗഡർ യൂസ് ചെയ്യാറില്ല. എന്തെങ്കിലും പുറത്തിങ്ങനെ സ്കൂളിൽ വല്ല പ്രോഗ്രാമൊക്കെ ഉള്ളപ്പം മാത്രം പൗഡർ യൂസ് ചെയ്യും, അല്ലാതെ പൗഡർ യൂസ് ചെയ്യാറില്ല. ബെഡിൽ ഞാൻ അവനെ കിടത്താൻ ഒരു തുണി വിരിച്ചിട്ടുണ്ടാവും. ആ തുണി കിടത്തി യൂഷ്വലി ഇപ്പോൾ കവർ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ്റെ ഈ കവർ ചെയ്തിരിക്കുന്ന ടവൽ ഉപയോഗിച്ചിട്ടാണ് അവനെ തോർത്തുന്നത്. എനിക്കൊന്നും ഇങ്ങനെ അമിതമായിട്ട് മേടിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ കുളിക്കുന്ന 2 ടവലും ഇങ്ങനെ കിടത്താൻ കുറച്ച് വെള്ള തുണികളും ഉണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ഇന്ന് കുളി കഴിയുമ്പം ഇത് വെയിലത്തിടും, നാളത്തെ കുളിക്ക് അടുത്ത സെറ്റ് എടുക്കും, അങ്ങനെ. പിന്നെ വീണ്ടും ഇവന് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഇവന് അൾട്രാ സോഫ്റ്റ് എന്ന് പറയുന്ന ഒരു ക്രീമാണ് ഡോക്ടർ തന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ കവളൊക്കെ നല്ല ചുവന്ന് വന്നായിരുന്നു ഇങ്ങനെ ഡ്രൈ സ്കിൻ വന്നിട്ട്. അതുകൊണ്ട് ആ ക്രീമാണ് ഇടുന്നത്. ഇതുപോലെ തന്നെ ഞങ്ങൾക്കൊരു നൈറ്റ് റുട്ടീനും ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും നൈറ്റിലും ഇതേ ക്രീം അവന് അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നമ്മൾ കുളി കഴിഞ്ഞ് വിത്തിൻ 3 minutes നമ്മളത് അപ്ലൈ ചെയ്യണം. ഇനി ഈ തേപ്പൊക്കെ കഴിഞ്ഞ് അവനെ ഞാൻ അവിടെ കിടത്തും. ഞാൻ ക്രീം ദേഹത്ത് പിടിക്കുന്ന ആ സമയം കൊണ്ട് ഓടിപ്പോയി കുളിമുറിയിലെ എല്ലാം വൃത്തിയാക്കി വെക്കും. കാര്യം അല്ലെങ്കിൽ ഞാൻ തന്നെ എപ്പോഴെങ്കിലും ടോയ്ലറ്റിൽ പോകുമ്പോൾ തെന്നി അടിച്ച് വീഴുമെന്ന് എനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ മൂത്ത കുട്ടി വരുമ്പോൾ അവൾ വീഴുമെന്ന് എനിക്ക് പേടിയാണ്. അപ്പോൾ മിക്ക കുഞ്ഞു കരച്ചിലൊക്കെ കരയുന്നതെങ്കിലും ഞാൻ എൻ്റെ പണി കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് ഞാൻ തിരിച്ച് വന്നിട്ടായിരിക്കും അവനെ ഡ്രസ്സൊക്കെ ഇടിപ്പിക്കുന്നത്. കാര്യം ഈ മൂത്ത കുട്ടി സ്കൂളിൽ നിന്ന് വരുന്നിട്ട് എന്തെങ്കിലും ഒരു കുറുമ്പ് അവൾക്ക് തോന്നുകയാണ്, എണ്ണ എടുത്തൊന്ന് മറിച്ചിടാൻ തോന്നുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ തോന്നിയിട്ട് അവളെ വഴക്ക് പറയുന്നതിലും നല്ലത് മാക്സിമം ഞാൻ തന്നെ സാധനങ്ങൾ അപ്പം എടുത്ത് വെക്കുന്നതാണല്ലോ നല്ലതെന്ന് ഞാനങ്ങ് വിചാരിക്കും. ഇതൊക്കെ മാക്സിമം ചെയ്യാൻ നോക്കാറുണ്ട്. മുടി ചീക്കഴിഞ്ഞാൽ ഞാൻ അവനെ മിററിൽ കൊണ്ടേ കാണിക്കാറുണ്ട്. അവനെ ശാന്തനാക്കാൻ ഞാൻ ബോട്ടിൽ ഇങ്ങനെ അവിടെ വെച്ച് കൊടുത്തിട്ട് ഞാനൊരു ഓട്ടപ്പാച്ചിൽ ഞാൻ എൻ്റെ ഈ തുണികളെല്ലാം അതാത് സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു വെക്കും. ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.